ഇതേ സംവിധാനം തന്നെയല്ലേ നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഹൈവേക്ക് ഉപയോഗിച്ചത്? ഇത് കണ്ട ഒരു 1 2 3 4 5 6 വരി കെട്ടിൻ്റെ ഇടയിൽ ഓരോ നെറ്റ് ഇട്ടിട്ടുണ്ട് ഇവർ. 6 വരി കെട്ടിൻ്റെ ഇടയിൽ ഇത് കണ്ടോ നെറ്റ് ഇട്ടിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ട, പക്ഷേ ഇത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ കലാം പാപ്പശ്ശേരിയാണ്, വയനാട്. ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്ത മുർഷിദാബാദിൽ ബർഹംപൂർ ഹൈവേയുടെ അടിയിലാണ്. നമ്മുടെ നാട്ടിൽ ഇതേ ഒരു സംവിധാനത്തിലാണ് മലപ്പുറത്തൊക്കെ ഇപ്പോൾ നിർമ്മിച്ച റോഡ് ഇടിഞ്ഞൊടിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ബാക്കി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇവിടെ എന്തോരം ഹൈറ്റിലാണ് ഇത് ഉണ്ടാക്കി നോക്കി. ആ ബ്രിക്ക് വെച്ച് ഒതുക്കിയിട്ട് തന്നെ അതേ സംവിധാനം തന്നെയല്ലേ ഇതും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പണിയുടെ കുഴപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സാധനം എത്ര ഹൈറ്റിലാന്ന് നോക്ക്. ഇതിനിതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എത്ര വലിയ വാഹനങ്ങളാണ് പോകുന്നതെന്നറിയോ? ഇത് കണ്ടത് അവിടുന്ന് എത്ര ദൂരത്തുനിന്നാണ് വരുന്നത് നോക്ക്. ഇത്ര ഹൈറ്റിൽ ഈ സാധനം പണിതിട്ട് ഇതിനൊരു കുഴപ്പമില്ല. നമ്മളെ നാട്ടിലുണ്ടാക്കുന്നതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ എണ്ണുകയാണെങ്കിൽ 49 കട്ട ഇതിൻ്റെ മേലോട്ട് അട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇത് കുറേ ലോങ്ങാണ്, കുറേ അങ്ങ് പോകുന്നുണ്ട്. ഇത്രയും ലോങ്ങെന്ന് ഈ ഒരു സാധനം വന്നിട്ട് ഇത് കണ്ടോ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതും ഇതേപോലെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ടാക്കിയ സാധനം തന്നെയല്ലേ. നമ്മുടെ നാട്ടിൽ എന്തുണ്ടാക്കിയാലും അതിനൊരു ഒരു ഉറപ്പുണ്ടാവില്ല, അതാണ് കുഴപ്പം. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഇത്രയും അകലം, ഇതേ അകലം അങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ അപ്പുറ സൈഡും ഇതേപോലെ നിർമ്മിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ എന്താ പറയുക, ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉറപ്പും ഉണ്ടാവും. അത്രയല്ലേ ഇതിനൊക്കെ പറയാനുള്ളൂ. ഇതുപോലെ ഒരു നെറ്റ് സംവിധാനം നമ്മുടെ കയ്യിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്കൊരു സംശയമുള്ളൂ. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഉണ്ടോ, ഈ കട്ട ഇങ്ങോട്ട് ബാക്കോട്ട് ഇളകാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് അത് മൊത്തം ചെയ്തിട്ടുണ്ട് അവർ. അത് അടിയിലൊക്കെ നോക്കി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വെച്ചതാണെങ്കിൽ പിന്നെ നിൽക്കൂല. ഇതെന്തായാലും പോകില്ല. കാരണം ഇത്രയും ഹൈറ്റിൽ ഈ ഒരു സാധനം ഇത് കുറേ ദൂരമുണ്ട്. ഇതേപോലെ നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട്. हाँ साइड में भी है। हाँ, ये तो हमारा ये ब्रिज में बहुत जगह में ना ऐसा वाला। हाँ ये ऐसा वाला है, इधर का ब्रिज जैसा है। पूरे जगह में ऐसे चुनाई किया था। हाँ। लेकिन हमारे केरला में ऐसा वाला पूरा रोड नीचे गिर गया। इधर तो अच्छा है, इधर मैं बहुत जगह में देखा, कोई प्रॉब्लम नहीं। इधर मिट्टी भी केरला का स्ट्रॉन्ग नहीं है। हाँ। केरला का मिट्टी स्ट्रॉन्ग है, इधर का मिट्टी इतना स्ट्रॉन्ग नहीं है, फिर भी रुक जाता है, मालूम नहीं।